ഓക്കെ, എല്ലാവർക്കും കർത്താവ് യേശുവിൻ്റെ നാമത്തിലെ വന്ദനം അറിയുകയാണ്. നമ്മൾ എബ്രായ ലേഖനത്തിലെ നമ്മളിന്ന് 2-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് കടന്നു പോകുന്നത്. അവിടെ നമുക്ക് 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അപ്പം വ്യക്തമായിട്ട് അവിടെ കാണാൻ സാധിക്കുകയാണ്, ഒഴുകിപ്പോകാൻ സാധ്യതയുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത് പലപ്പോഴും കപ്പലുകൾ അല്ലെങ്കിൽ ബോട്ട്, വള്ളം ഇതെല്ലാം കെട്ടിയിട്ടില്ലെങ്കിൽ അത് ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം അത് പിടിച്ചു നിർത്താനായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് ഒഴുകിപ്പോകാൻ ഇടയുള്ളത്. കാരണം ജീവനില്ലാത്തതെല്ലാം ഒഴുകിപ്പോകുന്നതാണ്. ചത്ത മത്സ്യങ്ങളാണെങ്കിലും അത് ഒഴുകി പോകും. പക്ഷെ പ്രതിരോധിച്ച് അതിനെ, ആ ഒഴുക്കിനെ അതിജീവിച്ച് നിൽക്കാൻ കഴിയുന്നത് ജീവനുള്ള മത്സ്യങ്ങൾക്ക് മാത്രമാണ്. നമുക്ക് വ്യക്തമായിട്ട് അവിടെ ഓർമ്മിപ്പിക്കുകയാണ്, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു എന്നാണ് നമ്മളെ എബ്രായ ലേഖനം അല്ലെങ്കിൽ ഇപ്രകാരം നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പം ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്, അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, അതുകൊണ്ട് കേൾക്കാൻ വേഗത, പറയാൻ താമസം, കോപത്തിന് താമസം ഉള്ളവരായിരിപ്പിൻ എന്ന് യാക്കോബ് 1:22 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരെയും ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾക്ക് കേൾക്കാൻ വേഗത, പറയാൻ താമസം, കോപത്തിന് താമസമുള്ളവരായിരിക്കാം. മനുഷ്യൻ്റെ സാധാരണ സ്വഭാവം എന്ന് പറയുമ്പോൾ കേൾക്കാനുള്ള ക്ഷമ സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകാറില്ല. കാരണം അവർക്ക് എപ്പോഴും പറയാനാണ്, അഭിപ്രായങ്ങൾ പെട്ടെന്ന് പറയാനായിട്ടാണ് എപ്പോഴും മനുഷ്യർക്ക് താല്പര്യം. പക്ഷെ ക്ഷമയുടെ ഒന്ന് കേട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടൊന്ന് കേൾക്കാൻ സമയം കൊടുത്തു കഴിഞ്ഞാൽ ആ കാര്യത്തെ ഗ്രഹിച്ചുകൊണ്ട് അതിനനുസരിച്ച് മറുപടി പറയാൻ പറ്റും. അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് മുഴുവൻ കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിന് തക്കത രീതിയിലുള്ള അവരുടെ സംശയങ്ങളെ ഒരുപക്ഷെ മുഴുവനും ദൂരീകരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കാര്യങ്ങളായിരിക്കും മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴും അപ്രകാരം തന്നെയാണ് ദൈവത്തിൻ്റെ വചനം. അപ്പം ദൈവവചനം കേൾക്കുകയും ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വ്യക്തമായിട്ടും, അല്ലെങ്കിൽ അവരെ ഓർമ്മപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ലൊരു സ്വഭാവം എന്ന് പറയുന്നത് കേൾക്കാൻ ക്ഷമ കാണിക്കുന്നതാണ്. യഥാർത്ഥമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ച് അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ പറ്റും. സൃഷ്ടാവിനെ കേൾക്കുവാൻ, സൃഷ്ടാവിൻ്റെ വാക്കുകളെ കേൾക്കുവാനായിട്ട് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനൊക്കെയും നല്ലൊരു കേൾവിക്കാരനാകുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. അതിനാണ് ദൈവം നമുക്ക് 2 ചെവി തന്നത്. പറയുന്നതിനേക്കാൾ കേൾക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ദൈവം നമുക്ക് 2 ചെവിയാണ് തന്നത്. സംസാരിക്കാൻ ഒരു വായേ തന്നുള്ളൂ ദൈവം. കാരണം അത് നല്ലപോലെ കേട്ടതിന് ശേഷം മറുപടി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് ശ്രദ്ധയോടെ കരുതാനും ഇവിടെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ എന്ന് പറയുന്നു. അപ്പം ദൂതന്മാർ മുഖാന്തരമാണ് ന്യായപ്രമാണം ദൈവം നൽകിയത് എന്നിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ന്യായപ്രമാണം മോശയുടെ കയ്യിലേക്ക് സീനായി പർവ്വതത്തിൽ വെച്ച് ന്യായപ്രമാണം ദൈവം കൊടുക്കുമ്പോൾ
ദൈവം നേരിട്ടല്ല, അത് ദൈവം തൻ്റെ ദൂതന്മാർ മുഖാന്തരമാണ് കൊടുത്തത് എന്ന് നമുക്ക് ഗലാത്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഗലാത്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൽ നമുക്ക് 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണാം, എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതുമത്രേ. അപ്പം ന്യായപ്രമാണം എന്തിന് എന്ന് ചോദിച്ചിട്ട് അതിന് ഉത്തരം പറയാണ്, വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം. അതായത് കർത്താവായ യേശു ക്രിസ്തു, അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത അബ്രഹാമിൻ്റെ സന്തതിയായി അല്ലെങ്കിൽ ദാവീദിൻ്റെ സന്തതിയായി ലോകത്തിലേക്ക് വരാനിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു വരുവോളം ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാണ് ന്യായപ്രമാണം എന്ന് കാണാൻ സാധിക്കുന്നു. ആ ന്യായപ്രമാണം ദൂതന്മാർ മുഖാന്തരമാണ് മധ്യസ്ഥൻ്റെ കയ്യിൽ, അതായത് പഴയ നിയമത്തിൻ്റെ ഒരു മധ്യസ്ഥനായിട്ട് മോശയാണ്, ആ മോശയുടെ കയ്യിലേക്ക് ദൈവം കൊടുത്തതെന്ന് അവിടെ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ഇവിടെയും എബ്രായ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഒന്ന് ഓർപ്പിക്കുമ്പോൾ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ. അപ്പം ന്യായപ്രമാണം നമുക്കറിയാം, വരുവാനുള്ള സന്തതി, അതായത് വാഗ്ദത്തം ചെയ്ത സന്തതി വരുവോളം ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതായ ഒരു കാര്യമാണ്. ആ കാര്യത്തിന് പോലും, ആ നിയമത്തിന് പോലും, അതും താൽക്കാലികമായി ദൈവം കൊടുത്തതായ ആ നിയമത്തിന് പോലും ഓരോരോ ലംഘനങ്ങൾക്ക് തക്കതായ പ്രതിഫലം, അതായത് അനുസരിക്കുന്നവർക്കുള്ള അനുഗ്രഹമാണെങ്കിലും അതേസമയത്ത് തെറ്റിപ്പോകുമ്പോൾ, വഴുതിപ്പോകുമ്പോൾ, ഒഴുകിപ്പോകുമ്പോൾ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം കേട്ടിട്ട് ശ്രദ്ധയോടെ കരുതിക്കൊള്ളാതെ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് മാറി സഞ്ചരിക്കുമ്പോൾ അന്യദൈവങ്ങളിലേക്ക് പോയവർക്ക്, പല പല ദേവന്മാരെ ആരാധിച്ചവർക്ക്, അങ്ങനെ പല വിധത്തിലും തെറ്റായ വഴികളിലേക്ക് പോയി ജീവിതം ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാൻ ഇടയായ മനുഷ്യർക്ക് അവിടെ ഓരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ, എന്ന് വെച്ചാൽ ആ താൽക്കാലികമായ നിയമത്തിന് പോലും അതങ്ങനെ ചെയ്തു എങ്കിൽ, അതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതായ ആ നിയമത്തിന് അതിനെ അനുസരിക്കാതെ വരുമ്പോൾ ന്യായമായ പ്രതിഫലം ലഭിച്ചു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും. അപ്പോൾ ഇവിടെ നമ്മൾ ഓർപ്പിക്കേണ്ടത് ചെറിയതിനെ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളെ ചെറുതായി കാണരുത് എന്ന് കാണിക്കുക. ന്യായപ്രമാണമാണോ വലുത്? കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയ പുതിയ ഉടമ്പടിയിലെ അത് ഇന്ന് നൽകിയിരിക്കുന്ന കൽപ്പനകളാണോ? പുതിയ ഉടമ്പടിയിൽ കർത്താവായ യേശു തന്നെയാണ് സംസാരിച്ചത്. അതായത് നമുക്ക് വ്യക്തമായിട്ട് കാണാം, 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി. 1-ാം വാക്യത്തിൽ ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പം പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്ന കാര്യം, അതിനെക്കുറിച്ചാണ് വീണ്ടും പറയണത്. ന്യായപ്രമാണത്തിൽ അന്ന് അനുസരിക്കാതെ പോയവർക്ക് പ്രതിഫലം ലഭിച്ചു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും, അപ്പം അതിൻ്റെ പ്രാധാന്യം ഉയർത്തി കാണിക്കുകയാണ്. ആ നിയമത്തിന് ഉചിതമായ കാര്യം ലഭിച്ചുവെങ്കിൽ അപ്പം എത്ര കർത്താവ് പറഞ്ഞു തുടങ്ങിയതിന് എത്ര അധികം കിട്ടും, എത്രത്തോളം അത് പ്രാധാന്യമേറിയതാണ് എന്ന് കാണിക്കാൻ. അപ്പം കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും എന്നാണ് നമ്മളെവിടെ ഓർപ്പിക്കുന്നത്. അപ്പം ദൈവം
ആണ് സംസാരിച്ചത്, ദൈവമാണ് സാക്ഷി നിന്നത്. എങ്ങനെയാണ് സാക്ഷി നിന്നതെന്ന് ചോദിച്ചാൽ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നു. അപ്പം ആ 1-ാം നൂറ്റാണ്ടിൽ ദൈവം തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക്, യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് താൻ ആരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ, നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഇല്ലെങ്കിൽ നിങ്ങൾക്കായി വാഗ്ദാനം ചെയ്തിരിക്കുന്നതായ പരിശുദ്ധാത്മാവിനായി കാര്യസ്ഥനായി കാത്തിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു സ്വർഗത്തിലേക്ക് കയറി പോയത്. കാരണം അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കോസ് സുവിശേഷത്തിൻ്റെ അവസാനവും നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. യേശു തിരഞ്ഞെടുത്ത 12 പേരോടൊപ്പം യേശു ചെലവഴിക്കുകയാണ്. ഇനി നിങ്ങൾ നഗരം വിട്ട് പോകരുത്, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ തന്നെ പാർപ്പിൻ എന്ന് പറഞ്ഞു. കാരണം അവർക്ക് അത് ആവശ്യമാണ്. കാരണം സുവിശേഷവുമായി ലോകം മുഴുവനും രക്ഷപ്രാപിപ്പാനുള്ള ദൈവത്തിൻ്റെ രക്ഷാദൂതുമായി ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകേണ്ട 12 പേര് യേശു തെരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച് അവരെ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിച്ചു. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ദൈവം ആ വീര്യപ്രവൃത്തികൾ ചെയ്യാനും പരിശുദ്ധാത്മാവിൽ ശക്തീകരിച്ചുകൊണ്ട് തൻ്റെ വചനം ഉറപ്പിക്കുവാനും ഒക്കെ അപ്പോസ്തലന്മാരെ ഉപയോഗിച്ചതിന് വേണ്ടിയിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന, കർത്താവ് പറഞ്ഞതായ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ലൂക്കോസ് വ്യക്തമായിട്ട് അവിടെ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്. അവിടെ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതായത് തെയോഫിലോസെ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം, അതായത് ലൂക്കോസിൻ്റെ സുവിശേഷം, യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക്, നോക്കണം, യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും ഉപദേശിച്ചതും തുടങ്ങിയമായ സകല കാര്യത്തെക്കുറിച്ചായിരുന്നല്ലോ എന്ന് പറയണം. എന്നിട്ട് പറയണം, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക്, ആർക്കാണ്? അപ്പോസ്തലന്മാർക്ക്, യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ആർക്ക്? അപ്പോസ്തലന്മാർക്ക്. അങ്ങനെ അവൻ ആരുമായി? അപ്പോസ്തലന്മാരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, ആരോട്? അപ്പോസ്തലന്മാരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോവാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇനി ഏറെ നാൾ കഴിയുമ്പോഴെന്ന് പറയുമ്പോൾ യേശു സ്വർഗത്തിലേക്ക് പോയതിന് ശേഷം 10 ദിവസം കഴിയുമ്പോൾ, അതായത് പെന്തക്കോസ്താ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് വന്നു അപ്പോസ്തലന്മാർ തന്നെ. അതാണ് യേശുവിടെ വാഗ്ദാനം ചെയ്തത്. അപ്പോസ്തലന്മാരുടെ മേൽ വരുമ്പോൾ അവർ ശക്തി ലഭിച്ചിട്ട് അവർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവത്തിൻ്റെ വചനം, സകല ലോകവും രക്ഷപ്രാപിപ്പാനുള്ള വചനം, ജീവന്റെ വചനവുമായിട്ട് കടന്നു പോകേണ്ടവരാണ്. ദൈവത്തിൽ നിന്ന് അകന്നു കിടക്കുന്ന, ലംഘനങ്ങൾ നിമിത്തം അതിക്രമങ്ങളാലും പാപങ്ങളാലും ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് കിടക്കുന്ന, എഫെസ്യർ 2:1 പറയുന്ന പോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന ഈ സർവ്വലോകത്തിനെയും ജീവിപ്പിക്കാൻ, ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ആവശ്യമായ ദൈവത്തിൻ്റെ വചനം, അതുമായിട്ടാണ് ഇവർ കടന്നു പോകേണ്ടത്. അതിനുവേണ്ടി അവർക്ക് കടന്നു പോകാൻ അവർക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകണം. യേശു ജീവിക്കുന്നു എന്നുള്ള ഉറപ്പ് അവർക്ക് വേണം. അതിന് 40ഓളം ദിവസങ്ങളാണ് അവരോട് കൂടി ചെലവഴിച്ചത്. അവർ കണ്ടത് ഒരു സ്വപ്നമല്ല എന്ന് തോന്നണം, അറിയണം. അവർ കണ്ടത് ഒരു മായയല്ല എന്ന് അവർക്ക് മനസ്സിലാകണം. വ്യക്തമായി ജീവിക്കുന്ന ജീവനാഥനെയാണ് അവരോടൊപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ട് യേശു ചെലവഴിച്ചത് 40ഓളം ദിവസങ്ങൾ. അവൻ സ്വർഗത്തിലേക്ക് പോകുന്നത് വരെ അവരോടുകൂടി ചെലവഴിച്ചു. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് യേശു ഈ ദിവസങ്ങളെല്ലാം ചെലവഴിച്ചത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നത്, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും.
അപ്പൊ സാക്ഷി നിൽക്കുന്നത് ഈ അപ്പോസ്തലന്മാർ ലോകമെങ്ങും സുവിശേഷം അറിയിക്കുമ്പോൾ കടന്നു പോകുമ്പോൾ കർത്താവ് അവരെ ഏൽപ്പിച്ചു. മർക്കോസ് 16:15-16 വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. യേശു അവർ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ അവൻ സ്വർഗത്തിലേക്ക് പോണതിന് മുമ്പായിട്ട് പറയുകയാണ്, നിങ്ങൾ ഭൂലോകത്തൊക്കെ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. കാരണം യേശുവാണ് അത് അയക്കുന്നത്, സ്വർഗത്തിന്റെ അധികാരിയാണ് അവൻ. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ 18 മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ആകയാൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ അധികാരം എവിടെയെല്ലാം ഉള്ള വ്യക്തിയാണ്, എത്രത്തോളം അവന്റെ അധികാരത്തിന്റെ പരിമിതി ഇല്ലെങ്കിൽ ആ വലിപ്പം നമുക്ക് കാണാൻ സാധിക്കും. യേശുവിന്റെ അധികാരത്തിന്റെ മഹത്വം അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു നോക്കിയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി കൊള്ളുവിൻ എന്നാണ് പറഞ്ഞത്. ഞാനോ ലോകാവസാനത്തോളം നിങ്ങൾ എല്ലാ നാളും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്ന് പറയും. അപ്പം യേശു സ്വർഗത്തിലേക്ക് പോയി വീണ്ടും പരിശുദ്ധാത്മാവിൽ വീണ്ടും അവരോടുകൂടി വസിക്കുവാനായിട്ട് യേശു തിരിച്ചു വന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞത്. അപ്പം ലോകത്തിലേക്ക് തൻ്റെ പ്രിയപ്പെട്ടവരെ, താൻ തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരെ ലോകത്തിലേക്ക് വചനവുമായിട്ട് കടന്നു പോകുവാനായിട്ട് യേശു അവരെ അയക്കുമ്പോൾ അവരെ പ്രത്യേകമായി പരിശുദ്ധാത്മാവിൽ ശക്തീകരിച്ചു. യേശു അവരെ ട്രെയിൻ ചെയ്തു. 3.5 വർഷക്കാലം അവനോട് കൂടി നടന്നു, തിന്നു കുടിച്ചു, അവരോടൊപ്പം സംസാരിച്ചു, ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമായിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അടയാളങ്ങളും അത്ഭുതങ്ങളിലൂടെയും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ദൈവം സാക്ഷി നിന്നു. അപ്പൊ ഈ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്ന ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കാം. അതുകൊണ്ട് കർത്താവാണ് ഇത് പറഞ്ഞു തുടങ്ങിയത്, ദൈവമാണ് സാക്ഷി നിന്നത്, ദൈവമാണ് അടയാളങ്ങളിലൂടെ അത് ഉറപ്പിച്ചത്. നമുക്കത് കാണാം. അപ്പോൾ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ അവസാന ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. മർക്കോസ് 16-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ അവിടെ വ്യക്തമായിട്ട് അവിടെ കാണിച്ചു തരികയാണ്. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു എന്ന് പറയുകയാണ്. കർത്താവ് അവരോടുകൂടി പ്രവർത്തിച്ചു. കാരണം പോയിട്ട് പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവാണ് വന്നത്. അപ്പം അതുകൊണ്ട് അവരിൽ വസിച്ചിരുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് പറയുമ്പോൾ അതേ സ്ഥലത്ത് തന്നെ എഴുതിയേക്കാണ്, കർത്താവ് അവരോടുകൂടി പ്രവർത്തിച്ചു, അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു. ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിക്കുക എന്നുള്ളതാണ് പുതിയ ഉടമ്പടി. ഒരു പുതിയ ഉടമ്പടി ആരംഭിക്കുകയാണ് അവിടെ 1-ാം നൂറ്റാണ്ടിൽ. ഒരു പുതിയ ഉടമ്പടിയുടെ ആരംഭം. ആയിരക്കണക്കിന് വർഷങ്ങൾ ആചരിച്ചു വന്ന ന്യായപ്രമാണം, ആയിരക്കണക്കിന് വർഷങ്ങളാണ് അത് ആചരിച്ചത്. മോശയിലൂടെ നൽകിയ ന്യായപ്രമാണം, ആ ന്യായപ്രമാണത്തിൽ നിന്ന് അത് താൽക്കാലികം മാത്രമാണെന്നും എന്നാൽ കർത്താവ് ആ പുതിയ ഉടമ്പടി ചെയ്യാനായിട്ട് വരുമ്പോൾ വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം കൂട്ടിച്ചേർത്തതാണ് ഈ ന്യായപ്രമാണമെന്നും ഈ ന്യായപ്രമാണത്തിൽ നിന്ന് പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കാനുള്ള സമയം ആയപ്പോൾ അതിലേക്ക് മനുഷ്യൻ ഒന്ന് കടന്നു ചെല്ലുവാൻ, അതിൻ്റെ അകത്തേക്കൊന്നും മനുഷ്യർക്ക് പ്രവേശിക്കുവാൻ സാധിക്കണമെങ്കിൽ ന്യായപ്രമാണത്തിൽ നിന്ന് അവർ മനസ്സ് പറിക്കണം. നിഴലായ പൗരോഹിത്യം, നിഴലായ യാഗങ്ങൾ, മൃഗയാഗങ്ങൾ, സ്വർഗത്തിന്റെ ദൃഷ്ടാന്തം മാത്രമായിരുന്ന ഭൗതികമായ സമാഗമന കൂടാരം അല്ലെങ്കിൽ ഭൗതികമായ ദേവാലയം, ഇതിൽ നിന്നെല്ലാം മനുഷ്യൻ മാറി യേശു പഠിപ്പിച്ചതുപോലെ സത്യ നമസ്കാരികൾ പിതാവിനെ
ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കാനുള്ള നാഴിക വരുന്നു. ഇനി നിങ്ങൾ ഈ യെരുശലേമിലല്ല ആരാധിക്കേണ്ടത്, ഈ മലയിലല്ല, ഗെരസി മലയിലും അല്ല. യോഹന്നാൻ 4-ാം അധ്യായത്തിലെ അതിൻ്റെ 18 മുതൽ നമുക്ക് താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ 20 വാക്യം 24-ാം വാക്യം ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ കാണാൻ സാധിക്കും. സ്ത്രീയെ എൻ്റെ വാക്ക് വിശ്വസിക്കുക, ഇനി നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത് ഈ മലയിലും അല്ല യെരുശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അത് വരുത്താൻ പോകുന്നത് യേശുവാണ്. ആ കാര്യത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പം നൂറ്റാണ്ടുകളായി ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയം. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായ അതിനുവേണ്ടി അധ്വാനിച്ചുകൊണ്ട് അതിനുവേണ്ടി തൻ്റെ പ്രവാചകന്മാരിലൂടെ സംസാരിക്കുന്നു. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തം ചെയ്ത സന്തതി വരുവോളം മനുഷ്യനെ ഒരുക്കി നിർത്താൻ വേണ്ടിയിട്ട് ന്യായപ്രമാണം ദൈവം കൊടുത്തു, ഇടയിൽ ചേർത്ത് കൊടുത്തു. പാപം പെരിയപ്പോൾ അപ്പം അത് ആ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ക്രമീകരിച്ചുകൊണ്ട് ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഇവിടെ പുതിയ ഉടമ്പടി, ആ പുതിയ ഉടമ്പടിയുടെ മഹനീയമായ അതിശ്രേഷ്ഠമായ ഉപദേശം ഉറപ്പിക്കുവാൻ, കാരണം ആ ഉടമ്പടിയിലാണ്, പുതിയ ഉടമ്പടിയിലാണ് ആളുകൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ നമസ്കരിക്കുവാനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ മനുഷ്യർക്ക് ലഭിക്കുന്നത് ഈ പുതിയ ഉടമ്പടിയിലാണ്. പഴയ ഉടമ്പടിയിൽ ആർക്കും തന്നെ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടില്ല. കാരണം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും, യേശു സ്വർഗാരോഹണം ചെയ്യാതെ പരിശുദ്ധാത്മാവ് വരില്ല. അവിടെ യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും, അതിൻ്റെ 37 മുതൽ, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള പരിശുദ്ധ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരിക്കാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പം യേശു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരിക്കാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് യേശു സംസാരിച്ചത്. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, സൗജന്യമായി എൻ്റെ അടുക്കൽ ജീവജലം എന്നിൽ നിന്ന് സൗജന്യമായി കുടിക്കട്ടെ. ഇത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് ഈ പറഞ്ഞതെന്ന് അവിടെ തന്നെ വ്യക്തമായിട്ട് പറയുക. പരിശുദ്ധാത്മാവിനെ ആൾക്കാർക്ക് ലഭിക്കണം, പാപമോചനം ആളുകളുടെ ജീവിതത്തിൽ ലഭിക്കണം. കാരണം യാഗങ്ങൾ അർപ്പിച്ച് എത്രമാത്രം മൃഗയാഗങ്ങൾ പഴയ നിയമത്തിൽ അർപ്പിച്ചുകൊണ്ടിരുന്നിട്ടും പാപങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ വീണ്ടും വീണ്ടും വരിക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ഈ എബ്രായ ലേഖനം നമ്മളെ ഓർപ്പിക്കുന്നത്. എബ്രായ ലേഖനം നമ്മൾ തുടർച്ചയായി അത് വീണ്ടും വീണ്ടും നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ മുന്നോട്ടുള്ള അധ്യായങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, എല്ലാ യാഗങ്ങളും, ഏത് യാഗങ്ങൾ അർപ്പിക്കുമ്പോഴും പാപങ്ങളെക്കുറിച്ച് അവർക്ക് ഓർമ്മ വീണ്ടും വീണ്ടും ഓർമ്മ വരികയാണ്. ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കുന്നില്ല. എന്നാൽ ഏകയാഗത്താൽ അവൻ സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. അടുത്തു വരുന്നവർക്ക്, അവൻ്റെ അടുക്കൽ വരുന്നവർക്ക് വ്യക്തമായ ആ ഒരു കാഴ്ചയാണ് എബ്രായ ലേഖനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ സാധിക്കാതിരുന്നത്, പഴയ നിയമ പൗരോഹിത്യത്തിന് സാധിക്കാതിരുന്നത്, പഴയ നിയമ മൃഗയാഗങ്ങൾക്കൊന്നും സാധിക്കാതിരുന്നത്, യേശു എന്ന ദൈവത്തിൻ്റെ പുത്രൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം ഒഴിക്കപ്പെട്ടപ്പോൾ, ആ മഹായാഗം സംഭവിച്ചപ്പോൾ, ശ്രേഷ്ഠ മഹാപുരോഹിതൻ തൻ്റെ സ്വന്തം രക്തം കൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക്, സ്വർഗത്തിലെ സത്യകൂടാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്നാണ് നമ്മളെ എബ്രായ ലേഖനം പഠിപ്പിക്കുന്നത്. അതിലൂടെ അവൻ സ്വർഗത്തിൽ തൻ്റെ ആത്മീയ രക്തം തളിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെ രക്തത്താലല്ല, തൻ്റെ സ്വന്തം രക്തം കൊണ്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ആകാശത്തിൽ കൂടി കടന്നുപോയ ആ അതിശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി യാഗം അർപ്പിച്ചപ്പോൾ, മഹനീയമായ ആ അതിശ്രേഷ്ഠ യാഗം അർപ്പിക്കപ്പെട്ടതിലൂടെ തൻ്റെ ആത്മീയ രക്തം സ്വർഗത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് ശ്രേഷ്ഠ കൂടാരത്തിൽ തളിക്കപ്പെട്ടപ്പോൾ നമുക്ക് എന്നേക്കുമുള്ള വീണ്ടെടുപ്പാണ് ദൈവം തരുന്നത്. പാപങ്ങളെക്കുറിച്ചുള്ള വീണ്ടും വീണ്ടും ഓർമ്മയല്ല, വീണ്ടും നീ ഒരു പാപിയാണെന്നുള്ള ചിത്രമല്ല തരുന്നത്.
നീ ഒരു വിശുദ്ധനാണെന്നുള്ള ചിത്രമാണ് പുതിയ നിയമം തരുന്നത്. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടപ്പോൾ പാപി പാപി എന്നുള്ളതല്ല, ഇനിയും രക്ഷിക്കപ്പെട്ട പാപി എന്നുള്ള ചിത്രമല്ല, പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചവന്റെ ചിത്രമാണ്, വിശുദ്ധന്റെ ചിത്രമാണ് ദൈവം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഇത്ര ശ്രേഷ്ഠമായ ഒരു ഉപദേശമാണ്, അതിശ്രേഷ്ഠമായ ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ നമുക്ക് കർത്താവ് യേശുവുമായി ചേരുമ്പോൾ, അവനോട് ചേരുവാൻ സ്നാനമേൽക്കുമ്പോൾ, ഗലാത്യലേഖനം 3:27 പറയുന്ന പോലെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. വീണ്ടും ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൽ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ 6-ാം വാക്യത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അയച്ചു. അതുകൊണ്ട് നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്തിൽ അവകാശിയാണ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ നൽകി. യേശു പറഞ്ഞ പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ യോഹന്നാൻ പ്രസംഗിച്ചപ്പോഴും പറഞ്ഞത് അതാണ്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു. അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം ലോകത്തിലേക്ക് അയക്കാനുള്ള സമയം ആയി എന്നുള്ളതാണ്. അതുകൊണ്ട് യേശു താൻ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അപ്പോസ്തലന്മാരോട് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ പറയുന്നു, 8-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുമ്പോൾ യെരുശലേമിലും യഹൂദയിലും സമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. അപ്പോൾ ശക്തി ധരിച്ചിട്ടാണ് അപ്പോസ്തലന്മാർ ഈ സന്ദേശം, പരിശുദ്ധാത്മാവിനെ ആളുകൾക്ക് ലഭിക്കുന്നത്, പാപമോചനം ആളുകൾക്ക് ലഭിക്കുന്നത്, കർത്താവ് യേശുക്രിസ്തുവിനെ ദൈവം തൻ്റെ ശക്തിയാൽ ഒരു ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ വന്ന് വസിക്കാൻ പോകുന്നത്. അതായത് ഇനി പഴയ കെട്ടിടത്തിലല്ല ദൈവം വസിക്കേണ്ടത്, പഴയ ദേവാലയത്തിലല്ല ഇനി ദൈവം വസിക്കാൻ പോണത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരം 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. 3:16 6:19 വാക്യത്തിലെല്ലാം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, നിങ്ങളാണ് ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? ദൈവം വസിക്കുന്ന മന്ദിരം, ദൈവം വസിക്കുന്ന ആലയം. ഇന്ന് കർത്താവിൻ്റെ യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് ദൈവത്തിൻ്റെ മകനും മകളുമായ അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ഉള്ളിൽ ലഭിച്ച ഒരു ദൈവം പൈതലിനെ സംബന്ധിച്ചാണ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെയാണ് ദൈവം അവരുടെ ഉള്ളിൽ നൽകിയത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് ഇന്ന് ഒരു ക്രിസ്ത്യാനിയുടെ ശരീരം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ശ്രേഷ്ഠതയേറിയ കാലത്തിലേക്ക്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ഓർക്കണം, ആ സമയത്തും ഇവിടെ വർഷങ്ങൾ കടന്നു പോവുകയാണ്. പുതിയ ഉടമ്പടി ആരംഭിച്ചതിന് ശേഷം വർഷങ്ങൾ കടന്നു പോവുകയാണ്. എന്നിട്ടും പഴയ ആചാരങ്ങൾ, പഴയ പൗരോഹിത്യം, പഴയ മൃഗയാഗങ്ങൾ, പഴയ ദേവാലയം വീണ്ടും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. വീണ്ടും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം തുടച്ചു മായ്ച്ച് കളഞ്ഞിട്ടും, ദൈവം ആ തിരശ്ശീല കീറിക്കളഞ്ഞിട്ടും മനുഷ്യർക്കത് മനസ്സിലാകാതെ വീണ്ടും ആ പഴയ ആചാരങ്ങളും പാരമ്പര്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ആളുകൾക്ക് വീണ്ടും അതിനെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ദൈവം ചെയ്തത് കാണാൻ പറ്റാതെ വീണ്ടും പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിശ്രേഷ്ഠമായ യാഗം യേശുക്രിസ്തുവിലൂടെ നടന്നപ്പോൾ അത് കാണാൻ കഴിയാതെ, യേശുവിൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാന്റെ ആ വിലയേറിയ രക്തമാണ് നമ്മുടെ പാവങ്ങളെ കഴുകിക്കളയുന്നത് എന്ന് ദൈവം കാണിച്ചു തന്നിട്ടും വീണ്ടും മൃഗയാഗങ്ങളിലേക്ക് പോകുന്നു, പൗരോഹിത്യം, ആ ലേവ്യ പൗരോഹിത്യത്തിലേക്ക് പോകുന്നു. വീണ്ടും ആ പഴയ കെട്ടിടമായ ദേവാലയത്തിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ വീണ്ടും പോവുകയാണ്. പ്രിയപ്പെട്ടവർ ഓർക്കണം, ദൈവം നിർത്തലാക്കിയത് വീണ്ടും മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ യാതൊരു പ്രയോജനവുമില്ലാതെ ഇത്രമാത്രം അധ്വാനം, ഇത്രമാത്രം പണച്ചെലവ്, ഇത്രമാത്രം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ എത്രമാത്രം അധപ്പതിച്ചു പോവുകയാണെന്നുള്ളത്
നമുക്ക് കാണാൻ സാധിക്കുക. അതാണ് ഇവിടെ എബ്രായ ലേഖനം ഓർപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം വീണ്ടും വീണ്ടും അത് എബ്രായ ലേഖനത്തിൽ നമ്മളെ ഓർപ്പിക്കുമ്പോൾ ഇത് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതാണ്. യേശുവാണ് ഇത് പറഞ്ഞത്. സത്യം നമസ്കാരിക്കൽ പിതാവിനെ ആത്മാവിന് സത്യത്തിന് നമസ്കരിക്കാനുള്ള നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അപ്പം യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച പോലെ ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇതെല്ലാം യേശു പഠിപ്പിച്ചിട്ടും യേശു ഇത് പറഞ്ഞിട്ടും ആളുകൾക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും തിരിച്ചറിയാനും സാധിക്കാതെ കടന്നു പോകുമ്പോൾ വീണ്ടും ആ ദൗത്യം തന്റെ പരിശുദ്ധാത്മാവിൽ ശക്തീകരിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരെ ലോകത്തിലേക്ക് അയച്ച് യേശു അത് കർത്താവ് താൻ കൂടെ അവരോടുകൂടി നടന്ന് അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു വന്നു. ഈ വചനത്തെ അവരിലൂടെ ഉറപ്പിക്കപ്പെടുകയാണ്, അവരാൽ നടന്ന അടയാളങ്ങളിലൂടെ. ഇന്ന് പലപ്പോഴും അടയാളങ്ങളാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത്, അത്ഭുതങ്ങളാണ് ആൾക്കാർക്ക് ശ്രദ്ധിക്കുന്നത്. ആളുകൾക്ക് അത്ഭുതം കണ്ടാൽ മതി, അടയാളങ്ങൾ കണ്ടാൽ മതി. യേശു പറഞ്ഞ വചനം ആളുകളുടെ ജീവിതത്തിൽ അവർ പ്രാധാന്യമായി കാണുന്നില്ല. പക്ഷേ മത്തായി 7-ാം അധ്യായത്തിൽ യേശു പറയുന്നുണ്ട്, ആരാണ് വാസ്തവത്തിൽ ബുദ്ധിയുള്ള മനുഷ്യൻ? യേശു അവിടെ പറയുന്നത് മത്തായി 7-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടം എന്താണ്? അതാണ് നടന്നത്. യേശുവിൻ്റെ ക്രൂശിലെ യാഗത്തിൽ, യേശുവിൻ്റെ രക്തം ചൊരിച്ചിലൂടെ അനേകരുടെ പാപങ്ങൾ കഴുകപ്പെടുന്നതിന് ദൈവം ഒരുക്കിയതായ ആ മഹനീയമായ രക്ഷ, ആ വീണ്ടെടുപ്പ് ദൈവത്തിൻ്റെ ഇഷ്ടമാണത്. ഇത് കാണാതെ, ഇത് സ്വീകരിക്കാതെ, ഇത് വിശ്വസിക്കാതെ, അവൻ്റെ വാക്കുകളെ കൈക്കൊള്ളാതെ കർത്താവേ കർത്താവേ എന്ന് പറയുക, പ്രാർത്ഥനകൾ ഉരുവിട്ടതുകൊണ്ടല്ല, മറിച്ച് അവിടെ തന്നെ 24-ാം വാക്യത്തിൽ, മത്തായി 7-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. യേശു പറയണത് ഇപ്രകാരമാണ്, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാവുന്നു. ഏതാണ് ബുദ്ധിയുള്ള മനുഷ്യൻ? കർത്താവേ കർത്താവ് എന്ന് പറയുന്നവനാണ് ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ. ആരാണ്? യേശു പഠിപ്പിച്ചു. നമ്മൾ പരിശോധിക്കണം, നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് നമ്മൾ ബുദ്ധിയുള്ള മനുഷ്യരായി മാറുന്നത്? എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ സാധിക്കും, അവിടെ പറയണത് ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ബുദ്ധിയുള്ള മനുഷ്യൻ ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നു. ഇവിടെ പറയണത് അതാണ്. അതുകൊണ്ട് എൻ്റെ ഈ വചനങ്ങളെ കേട്ട്, അതാണ് ആദ്യം നമ്മൾ ഓർപ്പിച്ചത്. എബ്രായ ലേഖനം ഓർപ്പിക്കുന്നത് അതാണ്. ആകെ നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടത്, കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. കാരണം ആ വചനം അപ്പോസ്തലന്മാരിലൂടെ സംസാരിച്ചു. കർത്താവാണ് അത് പറഞ്ഞു തുടങ്ങിയത്. ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീതി പ്രവൃത്തികളാലും സാക്ഷി നിന്നുകൊണ്ട് കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്ന ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ ന്യായപ്രമാണം ലംഘിച്ചവർക്ക് കിട്ടിയ ശിക്ഷ പോലെ അല്ല എന്ന് ഓർമ്മിക്കുകയാണ്. ന്യായപ്രമാണം ലംഘിച്ചവർക്ക് ന്യായമായ പ്രതിഫലം ലഭിച്ചു എങ്കിൽ, ഇവിടെ കർത്താവ് പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ അപ്പോസ്തലന്മാരെ ദൈവം ശക്തീകരിച്ച് ഭൂമിയിലേക്ക് ലോകത്തിലേക്ക് അയച്ച അപ്പോസ്തലന്മാർ
അവർ അവരുടെ ജീവനെ നൽകിക്കൊണ്ടാണ് അവർ ഈ പ്രസംഗം പൂർത്തിയാക്കിയത്. അവരവരുടെ ശക്തി, ദൈവം കൊടുത്ത ശക്തിയിലൂടെ അവർ സുവിശേഷം, ദൈവത്തിൻ്റെ വചനം ഉറപ്പിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ദൈവം സാക്ഷി നിന്നും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്ന ഇത്ര മഹനീയമായ രക്ഷ ഇന്ന് ഈ കാലഘട്ടത്തിൽ നാം അത് ഗണ്യമാക്കാതെ പോയാൽ, പ്രിയപ്പെട്ടവരെ, അവിടെ വാണിംഗ് ആണ് നമുക്ക് നൽകുന്നത്. അവിടെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ നാം തെറ്റി ഒഴിയും? ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുമ്പിൽ നമുക്കൊരിക്കലും തെറ്റി ഒഴിയാൻ സാധ്യമല്ല. എന്നോട് കർത്താവ് കർത്താവ് എന്ന് പറയുന്നവനെ ഏവനുമല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ. അതിനുശേഷം പറയുന്നത്, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര പ്രവൃത്തികളിൽ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ എന്ന് തീർത്ത് പറയും. കർത്താവിൻ്റെ വചനം ഗണ്യമാക്കാതെ പോയാൽ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് തീർത്ത് പറയും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ എന്ന് തീർത്ത് പറയും. അതാണ് നമ്മളെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന മഹനീയമായ ആ വചനം എന്താണ്? ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമുക്ക് പാപമോചനം, എന്നേക്കുമായുള്ള വിടുതൽ, എന്നേക്കുമായി നമുക്ക് ക്രിസ്തുവിലൂടെ, അവൻ്റെ നിർദോഷമായ രക്തത്തിലൂടെ പരിപൂർണ ശുദ്ധീകരണം, അവൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ തന്ന് അതിനുവേണ്ടി ഒരു പുതിയ ഹൃദയം, യെരമ്യാവിലൂടെയും യെഹെസ്കേലിലൂടെ എല്ലാം ദൈവം പറഞ്ഞിരിക്കുന്ന പോലെ, ഞാൻ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് തരും, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നോക്കും, നിങ്ങൾ എൻ്റെ സത്യത്തിൽ നടക്കും. എത്ര അനുഗ്രഹമായ ഒന്നിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നമുക്ക് അത്രമാത്രം അനുഗ്രഹമേറിയ കാര്യങ്ങളാണ് ദൈവം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ എബ്രായ ലേഖനം അത് എഴുതിയ ലേഖകൻ അത് മനോഹരമായ രീതിയിലാണ് നമുക്കത് മനസ്സിലാക്കി തരുവാനായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിന് മുമ്പിൽ പരിശോധിക്കപ്പെടുവാൻ, ദൈവത്തിന് മഹത്വം നൽകുവാൻ, കൂടുതൽ ശക്തിയോടുകൂടി ദൈവത്തിന് നമ്മുടെ ബുദ്ധി, കഴിവ്, താലന്ത്, ശക്തി നമുക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിതം, വളരെ ചുരുങ്ങിയ സമയം, അത് ഏറ്റവും മഹനീയമായ ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, രാജാതിരാജാവും കർത്താതി കർത്താവും അതിശ്രേഷ്ഠതയിൽ ശ്രേഷ്ഠനായ മഹാപുരോഹിതൻ ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന ഈ അനുഗ്രഹമേറിയ ഒരു കാലഘട്ടത്തിലേക്ക് ദൈവമേ ഞങ്ങളെ കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നതിന് ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, എത്രമാത്രം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൽ ദൈവം അങ്ങയുടെ വിശുദ്ധ പ്രവാചകന്മാരിലൂടെ എല്ലാം അരുളി ചെയ്തതിന് ശേഷം കർത്താവെ, അവിടുന്ന് ആ തിരുവെഴുത്തുകളും പ്രകാരം അങ്ങ് മരിച്ചു, അടക്കപ്പെട്ട് തേജസ്സിലേക്ക് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ദൈവമേ അതിശ്രേഷ്ഠ ആ പുരോഹിതനായി അങ്ങയുടെ നിർദോഷമായ നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ ആ വിലയേറിയ രക്തം വിശുദ്ധ സ്ഥലത്ത് സ്വർഗീയ കൂടാരത്തിൽ അങ്ങ് തളിച്ചുകൊണ്ട് ആളുകൾക്ക് എന്നേക്കുമുള്ള പാപപരിഹാരം കർത്താവെ ഒരുക്കി ഇന്നും ദൈവമേ നിർമ്മല ഹൃദയത്തോടുകൂടി, ദൈവമേ പരമാർത്ഥ ഹൃദയത്തോടുകൂടി ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുവാനുള്ള അവകാശം ഇന്ന് ഞങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ കരുതിയതിനെ ദൈവമേ സ്തുതിക്കാം. അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കും. പാപമോചനവും പരിശുദ്ധാത്മാവും എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് അറിയാതെ ഇന്നും ദൈവമേ അന്ധമായ വിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനം എല്ലാവരും കണ്ണു തുറന്ന് കാണുവാൻ സഹായിക്കണമേ. അതിന് കണ്ണുകൾ, ആത്മാവിൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്ന് കാണുവാൻ തക്കവണ്ണം എല്ലാ ഹൃദയങ്ങൾക്കും കൃപ കൊടുക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കാം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ സർവ്വം ഞങ്ങൾ അർപ്പിക്കുന്നു. കൃപയുടെ കേൾക്കണം പിതാവേ. ആമേൻ.